ഡോക്ടറെ കാണിച്ചത് കൊണ്ട് അസുഖം മാറില്ല, മരുന്ന് വാങ്ങിച്ചത് കൊണ്ടും അസുഖം മാറില്ല. ആ മരുന്ന് യഥാസമയത്ത് കഴിക്കാൻ തുടങ്ങിയാൽ മാത്രമേ അസുഖം മാറൂ. ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ എപ്പോഴാണ് ആ മരുന്ന് കുടിക്കാൻ തുടങ്ങേണ്ടത് എന്നുള്ള സംശയം ഉണ്ടായിരിക്കും പല ആളുകൾക്കും. യഥാർത്ഥത്തിൽ ഡോക്ടർ നിങ്ങളെ എഴുതിയിട്ടുള്ള മരുന്നുകളിൽ നിങ്ങളുടെ അസുഖത്തിന് പ്രധാനമായിട്ടുള്ള ചില മരുന്നുകൾ ഉണ്ടായിരിക്കാം. അതായത് ആൻറ്റിബയോട്ടിക് പോലത്തെ മരുന്നുകൾ. ഈ മരുന്നുകൾ നിങ്ങൾ ആ സമയത്ത് തന്നെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖത്തിൻ്റെ ചികിത്സ അവിടെ തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. അതായത് പേഷ്യൻ്റ് പറഞ്ഞ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഉച്ചക്കൊരു 12 മണി 1 മണി സമയത്ത് ഡോക്ടറെ കാണിച്ചതായിരിക്കും. നൈറ്റിൽ വിളിച്ച് പറയാണ് അസുഖം മാറുന്നില്ല, ഞങ്ങൾ വന്നിട്ട് മറ്റെന്തെങ്കിലും വേറെ ഡോക്ടറെ കാണിക്കട്ടെ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരുടെ പ്രിസ്ക്രിപ്ഷൻ അയക്കാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ അവർ കുടിക്കുന്ന ഗുളികയുടെ ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത് ആ പ്രിസ്ക്രിപ്ഷനിൽ അവർക്ക് എഴുതിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്, അവർക്കൊരു യൂറിനൽ ഇൻഫെക്ഷൻ ആയിരുന്നു, മൂത്രപ്പൈപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഒരു മരുന്ന് അവർ കുടിച്ചിട്ടില്ല. കാരണം ഉച്ചക്ക് 12 മണിക്കാണ് അവർ ഡോക്ടറെ കാണിച്ചിട്ടുള്ളത്. അവർ വൈകിട്ട് 8 മണിക്ക് എന്നെ വിളിക്കുന്നത്. അവർക്ക് ആൻറ്റിബയോട്ടിക് എഴുതിയിട്ടുണ്ട്, 2 നേരം കുടിക്കാൻ ആൻറ്റിബയോട്ടിക് ആണ്. സ്വാഭാവികമായിട്ട് 2 നേരം കുടിക്കാൻ ആൻറ്റിബയോട്ടിക് അപ്പോഴേ കുടിക്കാറുള്ളത് രാവിലെ 9 മണിക്ക് കുടിക്കും, രാത്രി 9 മണിക്ക് കുടിക്കും. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ മാറണമെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിക്കണ്ടേ? അപ്പോൾ ഈ പറയുന്ന ആൾ രാത്രി 9 മണിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റുള്ള പനിയുടെ മരുന്നൊക്കെ അവർ കുടിക്കുന്നുണ്ട്. ഇതിന് പ്രശ്നം എന്താണ്? ഡോക്ടർ കാണിച്ചാൽ പോരാ, മരുന്ന് വാങ്ങിയാലും പോരാ, ആ മരുന്ന് കുടിക്കണം. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് ഈ മരുന്ന് എപ്പോഴാണ് കുടിക്കാൻ തുടങ്ങേണ്ടത് എന്നുള്ള ചോദ്യം ആരും ചോദിക്കില്ല. എപ്പോഴാണ് കുടിക്കേണ്ടത് ചോദിക്കും. രാവിലെ കുടിക്കണം, രാത്രി കുടിക്കണം, ഉച്ചക്ക് കുടിക്കണം. പക്ഷെ ഞാൻ എപ്പോഴാണ് കുടിക്കാൻ തുടങ്ങേണ്ടത് ചോദിക്കാറില്ല. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിർബന്ധമായിട്ടും മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫാർമസിനോട് നിർബന്ധമായിട്ടും ചോദിക്കണം, ഇതിൽ ഏതൊക്കെ ഗുളിക ഞാൻ ഇപ്പോൾ കുടിക്കണം. സ്റ്റാർട്ട് എന്ന് പറയും, ഇപ്പോൾ ഏതൊക്കെ ഗുളിക കുടിക്കണം. എല്ലാ ആൻറ്റിബയോട്ടിക്കും കുടിക്കണം എന്നല്ല പറയുന്നത്. കാരണം ചില പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ കൂടുതലുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് പനിയുണ്ട്, ക്ഷീണം കൂടുതലുണ്ടെങ്കിൽ ക്ഷീണത്തിലുള്ള മരുന്ന് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കും. അത് സ്റ്റാറ്റ് മെഡിസിനാണ്. ഈ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം പിന്നെ അവർക്ക് ഓറലി മുഖാന്തരം കഴിക്കേണ്ട ഗുളികളും എഴുതി കൊടുക്കും. അത് അപ്പം കഴിക്കേണ്ട ആവശ്യമില്ല, അത് രാത്രി കഴിച്ചാൽ മതി. അപ്പോഴും നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഒരു സൂചി വെച്ചിട്ട് ഒരു മരുന്ന് കയറ്റി എന്ന് കരുതിയിട്ട് അത് ആൻറ്റിബയോട്ടിക് ആണ് എന്നുമല്ല പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷനെ ഫാർമസിനെ കാണിച്ചിട്ട് ഫാർമസിനോട് വ്യക്തമായി ചോദിക്കുക, ഇതിൽ ഏത് മരുന്നാണ് ഞാൻ ഇപ്പോൾ കഴിക്കേണ്ടത്, എപ്പോഴാണ് മരുന്ന് കഴിക്കാൻ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകും. രണ്ടാമത്, നിങ്ങൾ നഴ്സുമാരുടെ അടുത്തു നിന്നാണോ അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകുന്ന സമയത്ത് ഏതെങ്കിലും മരുന്ന് ഞാൻ ഇപ്പം കഴിക്കേണ്ടതായിട്ടുണ്ടോ എന്നും കൂടെ ചോദിക്കണം. അത് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഡോക്ടർ കാണിച്ചത് കൊണ്ട് അസുഖം മാറില്ല, മരുന്ന് വാങ്ങിച്ചത് കൊണ്ടും അസുഖം മാറില്ല. ആ മരുന്ന് യഥാസമയത്ത് കഴിക്കാൻ തുടങ്ങിയാൽ മാത്രമേ അസുഖം മാറൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതിൽ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കോൺട്രവേഴ്സി വല്ലതും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.